ഭവനരഹിതരായ ഭൂമിയില്ലാത്ത 36 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച 2 തവണ ഉദ്ഘാടനം നിർവഹിച്ച ഫ്ളാറ്റുകൾ ഉടമസ്ഥർക്ക് കൈമാറാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധമുയർന്നു. പട്ടുവം പഞ്ചായത്തിലെ പറപ്പൂലിലാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഭവനരഹിതർക്ക് വേണ്ടിയാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത്. വിവിധ പ്രദേശങ്ങളിലുള്ള 36 കുടുംബങ്ങൾക്കാണ് പട്ടുവം പഞ്ചായത്തിലെ പറപ്പൂലിൽ 3 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചത്. ഫ്ളാറ്റുകളിലേക്കുള്ള വൈദ്യുതിയും കുടിവെള്ളവും ഡ്രൈനേജ് സംവിധാനവും ഒഴികെ മറ്റ് പ്രവൃത്തികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 6.5 ലക്ഷത്തോളം രൂപയാണ് ഓരോ ഫ്ളാറ്റിനും നിർമ്മാണ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഉപഭോക്തൃ വിഹിതമായി 50,000 രൂപ വീതം 36 പേരിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട്. വാടക വീടുകളിൽ താമസിക്കുന്നവരും ചെറിയ വരുമാനം മാത്രമുള്ളവരും അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും കടം വാങ്ങിയും മറ്റുമാണ് ഉപഭോക്തൃ വിഹിതം നൽകിയത്. 2021-ലും 2024-ലും ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നടന്നതിന്റെ ഫലകങ്ങൾ ചുമരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പ്രവൃത്തി പൂർത്തിയാക്കി കൈമാറിയിട്ടില്ല. ഫ്ളാറ്റുകൾ വിട്ടുകിട്ടാൻ വൈകിയതോടെ എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഫ്ളാറ്റിന് സമീപം നിർമ്മിച്ച ഡ്രൈനേജ് ടാങ്കുകളിൽ മഴവെള്ളം നിറഞ്ഞ കൂത്താടികൾ പെറ്റുപെരുകിയുണ്ടാവുന്ന കൊതുകു ശല്യവും ഫ്ളാറ്റിന്റെ വരാന്തയിലും മറ്റും താവളമാക്കിയ തെരുവ് നായകളും പ്രദേശവാസികൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറുന്നതിൽ പട്ടുവം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അനാസ്ഥയാണ് ഉണ്ടായതെന്നും അടിയന്തരമായി ഫ്ളാറ്റ് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി ആവശ്യപ്പെട്ടു. ഇവിടെ താമസിക്കേണ്ട ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി താമസത്തിന് ഒരുങ്ങിയെങ്കിലും മാസങ്ങളായിട്ടും ഇതുവരെ അത് തുറന്നു കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനോ സൗകര്യമൊരുക്കാത്ത ഒരു ദയനീയമായ അവസ്ഥയാണ് ഇന്ന് പട്ടുവത്തുള്ളത്. ഇതിനകത്ത് ഒരു ഫ്ളാറ്റിന് 6,50,000 രൂപയാണ് വില നിശ്ചയിച്ചത്. അതിനകത്ത് ഗുണഭോക്തൃ വിഹിതമായ 50,000 രൂപ ഇവിടെ ഗുണഭോക്താക്കളോട് ഈ ഭൂരഹിത ഭവനരഹിതരായ ഗുണഭോക്താക്കളോട് വായിക്കുകയും ആ തുക അടച്ചിട്ട് വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ഫ്ളാറ്റ് അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കാത്ത അവസ്ഥയാണ്. ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിലും ഗുരുതരമായ പല വീഴ്ചകളുമുണ്ട്. ഇപ്പൊ താമസിക്കുന്നതിന് മുമ്പേ താമസയോഗ്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അടിയന്തരമായും ഈ ഫ്ളാറ്റ് അതിന്റെ ഗുണഭോക്താക്കൾ കൊടുക്കാൻ നടപടി സ്വീകരിക്കണം എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.